ഇത് പറയുമ്പോൾ നിങ്ങൾ തോന്നിയത് എന്താണ് കാര്യം? അദ്വൈതവാദത്തിന്റെ ഖണ്ഡനമാണ്. അല്ലെങ്കിൽ വഹദത്തുൽ വുജൂദിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസമുണ്ട്. അതായത് ഈ അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതം, സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണ് എന്ന് ഇസ്ലാം പറയുന്നു. ഖാലിഖ് ഒന്ന്, മഖ്ലൂഖ് ഒന്ന്. സൃഷ്ടാവ് ഒന്ന്, സൃഷ്ടി ഒന്ന്. അപ്പൊ അർഷ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഗ്രന്ഥം വായിക്കാൻ ഇഷ്ടവർക്ക് ഇത് എഴുതിയിരിക്കുന്നത് കിട്ടാനാണ്. അർഷ് എന്താണ്? ഇപ്പൊ തുർമെ ചഷ്മ ആര്യ ചഷ്മയമായ എന്നുള്ള പുസ്തകത്തിലും ഇപ്പൊ കഅബയെ സംബന്ധിച്ച് കഅബ നിങ്ങൾ തവാഫ് ചെയ്യുന്നില്ല, അത് ഹിന്ദുക്കൾ പൂജിക്കുന്ന പോലെയല്ലേ? അതേപോലെ തന്നെ അള്ളാഹു അർഷിലിരിക്കല്ലേ? അള്ളാഹുവിനെ നിങ്ങൾ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടില്ലേ? എന്തിനാണ് അർഷി എന്ന് പറഞ്ഞത്? ഈ അർഷി എന്നൊക്കെ പറഞ്ഞത് ഈ അദ്വൈതത്തെ ഗണ്ണിക്കാനും വഹദത്തുൽ വുജൂദ് ഗണ്ണിക്കാനുമാണ്. അത് വിശദീകരണം കുറെ ടൈം എടുക്കും. ഒരു ചെറിയൊരു വാക്ക അദ്ദേഹം മറ്റു ഗ്രന്ഥങ്ങളിൽ ഇതിനെ വിശദീകരിക്കുന്നത്. ഒരു സ്ഥലത്താണ് അദ്ദേഹം പറയുന്നത്, ഇവിടെ അള്ളാഹു തുല്യമായിട്ടുണ്ട്. അദ്വൈതവാദികൾ പറയുന്നത് ഇതെല്ലാം തന്നെ പ്രപഞ്ചം ആ ദൈവമാണ്. ദൈവത്തിന്റെ ഒരു ഭാഗം എന്നിൽ, ഒരു ഭാഗം നിങ്ങളിൽ, ഒരു ഭാഗം അവിടെ, ഒരു ഭാഗം ഇവിടെ. ഇതെല്ലാം തന്നെ അവസാനം മാറി മാറി വന്ന് ഒന്നായിത്തീരും. അതുകൊണ്ട് നിങ്ങളിലുള്ള ദൈവത്തെ നിങ്ങൾ കണ്ടെത്തുമെന്ന് പറയാറുണ്ട്. അത് ഞാനും ദൈവമാണ്, നിങ്ങളും ദൈവമാണ്, എല്ലാവരും ദൈവമാണ് എന്നുള്ള ഈ വാദം. ഈ വാദത്തെയാണ് അവർ പറയുന്നത്. ഏതുപോലെ നമ്മൾ ഒരു അപ്പക്കഷ്ണം എടുക്കുന്നു. ഈ അപ്പക്കഷ്ണം നമ്മൾ അവിടെയും ഇടുന്നു, ഇവിടെയും ഇടുന്നു, ഇവിടെയും ഇടുന്നു. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പല രൂപങ്ങൾ, പല ഉദാഹരണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ദൈവം, അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പലതും പറയുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അള്ളാഹു സമീഅാണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു വലത് കൈകൊണ്ട് പിടിക്കും, അള്ളാഹു കൈയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ഇതെല്ലാം തന്നെ ഖുർആൻ പറയുമ്പോൾ ഖുർആൻ ഇതെല്ലാം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യരിൽ വരുന്ന ഒരു തെറ്റായ വിശ്വാസത്തിന്റെ അതിനെ കടപുഴക്കുകയാണ്. അവന് തുല്യമായിട്ടില്ല, അവനെ പോലെ, ഇതുപോലെ ആണ് അള്ളാഹു എന്നാണെങ്കിൽ പറയണേ, അത് തെറ്റി. അദ്വൈതവാദികൾ സംസാരിച്ചു അവരെപ്പോഴും ഉദാഹരണത്തിലൂടെ, അതുപോലെ തന്നെ വഹദത്തുൽ വുജൂദിന്റെ ആൾക്കാരും ഈ ഉദാഹരണത്തിലൂടെയാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. തരീഖത്തുകാരോട് സംസാരിച്ചു. അപ്പോൾ അത് ഒരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയാണ് അള്ളാഹു അള്ളാഹു എന്ന് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കുക വിശുദ്ധ ഖുർആൻ ഗണ്ണിച്ചത് എന്താണ്? ഒന്ന് ലൈസ കമിസ്ലിഹി ഷൈഅ, അവനെ പോലെ മറ്റൊന്നില്ല. അർഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ് പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചു, എന്നിട്ട് പിന്നെ അവൻ അർഷിൽ ഉപവിഷ്ടനായി. അപ്പോൾ അർഷിൽ നിന്ന് സൃഷ്ടി ഒരു ഭാഗത്തുണ്ട്, അതിൽ നിന്നെല്ലാം തന്നെ മാറി നിന്നുകൊണ്ട് സൃഷ്ടാവ് ഇവിടെ മാറുന്നുണ്ട് എന്ന് കാണിക്കാനാണ് അർഷ് പറഞ്ഞത്. വളരെ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണത്. അർഷി എന്നിവിടെ ഉപയോഗിക്കാൻ അള്ളാഹു അർച്ചത്, അള്ളാഹു ഇവിടെ വിവരിച്ചത്, അല്ലെങ്കിൽ അത് മസ്മുൽ ഇസ്ലാത്ത് അത് പറയുന്നു. അത് വിവരിക്കാനുള്ള കാരണം ഇവിടെ അള്ളാഹുവിനെ കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഞാനും അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീൻ, നിങ്ങളെ ജീവനാടിയേക്കാളും അടുത്തവനാണ് ഞാൻ. ആ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, സൃഷ്ടിപ്പിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഖുർആൻ ഒരു കാര്യം പറയുമ്പോൾ വളരെ വളരെ മൈന്യൂട്ടായിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഈ വഹദത്തുൽ വുജൂദിന്റെയും അതേപോലെ തന്നെ ആര്യ സമാജികളെയും ബ്രഹ്മസമാജികളെയും ഒക്കെ അവര് വളരെ ശക്തമായിട്ട് ഇസ്ലാമിനെതിൽ ഉപയോഗിച്ച വാക്കുകളാണ്. അർഷ് എന്താണ്, അതുപോലെ തന്നെ വെള്ളത്തിൽ അർഷുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഹദ്റത്ത് മീർസ ഗുലാം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥശേഖരത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അർഷ് എന്ന് അല്ലാഹു ഉപയോഗിച്ചത് അർഷ് സൃഷ്ടിയും സൃഷ്ടാവും രണ്ടും ഒന്നാണ് എന്നുള്ളതിന്റെ വാദത്തെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ്. സൃഷ്ടികൾ എന്തായാൽ സൃഷ്ടിച്ചു, എന്നിട്ട് സൃഷ്ടാവ് മാറി നിൽക്കും. അതിനാണ് അതിനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വാർത്തയിരുന്നു എന്ന് പറയുന്നത്. ആ ഒരു വാക്കിനെയാണ് വിജയം ഇവിടെ വിവരിക്കുന്നത്. സദൃശ്യനായി ആരുമില്ലാത്ത അതുല്യനാണ് അവൻ. ഏതെങ്കിലും വ്യക്തിക്ക് അവനെ പോലെയുള്ള ഏതെങ്കിലും ഗുണം അവൻ പ്രത്യേകമായി നൽകിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളിൽ ഈ ഭാഗം പറയുന്നു, അള്ളാന്റെ പല ഗുണങ്ങളും ഈസാ നബിക്കുണ്ട്. മൊയ്തീൻ ശേഖനെ സംബന്ധിച്ച് പലരും തന്നെ പറയുന്നുണ്ട് അള്ളാന്റെ പല ഗുണങ്ങളും മൊയ്തീൻ ശേഖനുണ്ട്. ഇസ്ലാമിലാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരിൽ അങ്ങനെയുള്ള എത്രയോ ഗുണങ്ങൾ പലരിൽ ആരോഗ്യം നമുക്കറിയാം. അദ്ദേഹം ഈ വാക്കിവിടെ ഉപയോഗിച്ചത് അള്ളാഹുവിനുള്ള ഗുണം, അള്ളാഹുവിനുള്ള ഗുണം പ്രത്യേകമായിട്ട് ഏതെങ്കിലും വ്യക്തിക്ക് അള്ളാഹു നൽകിയിട്ടില്ല. അവന് തുല്യനായ ആരുമില്ല, അവന്റെ ഗുണത്തിന് തുല്യമായ ആരുമില്ല. അവന് ഒരു കഴിവിലും കുറവില്ല. അവൻ ദൂരെയാണെങ്കിലും അടുത്ത.
ഇതാണ് അള്ളാഹു ഇന്നതാണ്. ഇപ്പോൾ അള്ളാഹു മുകളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയോട് ചോദിച്ചപ്പോ അള്ളാഹ് എവിടെ വെച്ചത് കൈ കാണിച്ചു. അപ്പൊ അള്ളാഹു മുകളിലാണ്. അള്ളാഹിനെ പരിമിതപ്പെടുത്തുകയല്ലേ. ഇതാണ് അദ്വൈതവാദികളല്ല ആര്യസമാജികളും ബ്രഹ്മസമാജികളും യോസഫൽ സൊസൈറ്റിയും അതേപോലെ തന്നെ ഇന്നുള്ള ഈ സത്യസായിബാബിലൊക്കെ ആൾക്കാർ പറയുന്നത് എന്താണ്? ഇവര് എന്ന് പറഞ്ഞാൽ ഇതാണ് അള്ളാഹുവിനെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് അള്ളാഹു അതിന് മുകളിലാണ് എന്നുള്ളത് താഴെയില്ല. ഈ അള്ളാഹുവിനെ നമ്മൾ മുകളിൽ മാത്രം പരിമിതപ്പെടുത്തുകയെങ്കിൽ ആരാണ് അള്ളാഹിനെ പരിമിതപ്പെടുത്തിയത്? അപ്പൊ അള്ളാഹിനേക്കാൾ വലിയ വേറെ ആളല്ലേ. അള്ളാഹ് നമ്മൾ പരിമിതപ്പെടുത്തുന്നതാണ് പറയുന്നത്. അവൻ ദൂരെയാണെങ്കിലും അടുത്താണ്, അവൻ അടുത്താണെങ്കിലും അകലെയുമാണ്. ഇത് നമുക്ക് ഉദാഹരണത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയും? ഇല്ല. ഇവിടുതാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പാകെ വിവരിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യങ്ങൾ. അതേപോലെ തന്നെ തുടർന്ന് പറയുന്നു, ആത്മീയ ദർശനത്തിൽ ഏതെങ്കിലും രൂപത്തിൽ അവൻ സ്വപ്നദർശികൾക്ക് പ്രത്യക്ഷപ്പെടുന്നു, എന്നാൽ അവനൊരു ശരീരമോ ആകൃതിയോ രൂപമോ ഇല്ല. അവൻ എല്ലാറ്റിനും മേലെയാണ്. എന്നാൽ അവർ താഴെ ആയിട്ടുണ്ടെന്ന് പറയാവതല്ല. അള്ളാഹ് എല്ലാറ്റിനും മേലെയാണ്. പക്ഷെ അള്ളാഹ് മേലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകും. മനുഷ്യന്റെ ചിന്ത പോകും എന്താണ്? മറ്റെല്ലാം താഴെയാണ്. പക്ഷെ അവന്റെ താഴെ ഒന്നുമില്ല. അവൻ അർശിലാണ്, എന്നാൽ ഭൂമിയിൽ അവനില്ലെന്ന് പറയാവതല്ല. ഈ രീതിയിൽ ഇങ്ങനെ എത്രയോ ധ്വനികൾ ഇന്നുള്ള ചർച്ചകൾക്ക്, ഇന്നുള്ള സംവാദങ്ങളായതിനു വേണ്ടിയൊക്കെ നടത്തുന്നത് വളരെ വ്യക്തമായി. ഈ സംവാദങ്ങളെ കൊണ്ട് ഇസ്ലാമിനുണ്ടാകുന്ന അപകടങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. ഞങ്ങളുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകണം, ഞങ്ങളുടെ പള്ളി ഉണ്ടാകണം, ഞങ്ങളുടെ കോംപ്ലക്സ് ഉണ്ടാകണം എന്നും ഞങ്ങളുടെ പാർട്ടി ഇവിടെ ശക്തിപ്പെടണം എന്നല്ലാതെ ഇസ്ലാമിന് അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ് എന്ന് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുര്യോഗം. അദ്ദേഹം പറയുന്നു, എല്ലാ കഴിവുകളുമുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഇതുവരെ അറിയാത്തവൻ ദുർഭാഗ്യവാനാണ്. നമ്മുടെ സ്വർഗം നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ ഉന്നത ആനന്ദാനുഭൂതികൾ നമ്മുടെ ദൈവത്തിലാകുന്നു. കാരണം നാം അവനെ കാണുകയും സർവ്വ സൗന്ദര്യവും അവന് ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. ജീവൻ വെടിഞ്ഞും കരസ്ഥമാക്കേണ്ട നിധിയാണ് അല്ലാഹു. അല്ലാഹുവിനെ ഏത് രീതിയിൽ നമ്മൾ കരസ്ഥമാക്കണം എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം ലോകത്തിന് മുമ്പാകെ വെക്കുന്നത്. അത് ശിർക്കിൽ നിന്നും വിഭാഗത്തിൽ പൂർണ്ണമായി മുക്തനായ സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് നമ്മൾ പറയുന്നത് സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എല്ലാ വിധത്തിലുള്ള ശിർക്കിൽ നിന്നും ഇവർ ആരോപിക്കുന്നുള്ള പരിശുദ്ധനാണ്. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തിരുകേശത്തെ സംബന്ധിച്ച് ഇവിടെ മുടി വന്നു. അതിനെ സംബന്ധിച്ച് ഭയങ്കര സംവാദം. അതാണോ അല്ലേ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അഹ്മദിയ മുസ്ലിം ജമാഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നടന്ന ആ പാതകൾ ഞങ്ങൾ സ്നേഹിത്തോടെ കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഗുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച വീട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങിയ സ്ഥലങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ശരീരം ഇരിക്കുന്ന സ്ഥലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത പള്ളികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന വീതികൾ, ഇതെല്ലാം ഞങ്ങൾ ആ റസൂൽ തിരുമേനിയുടെ സ്നേഹത്തോടെയാണ്. ഇത് ഒരു റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സ്നേഹിക്കാം. സ്നേഹിച്ച ഒരു കവി പറഞ്ഞതുപോലെ ആശയ്ക്ക് ഗിലിക്ക് കുറ്റേപ്പിക്കാറേ മതി. സ്നേഹിക്കുന്നവന്റെ എല്ലാം ഞങ്ങൾക്ക് സ്നേഹമാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള കോലാഹലങ്ങൾ, ശിർക്കിൽ നിന്നും ശിർക്കിലേക്ക് പോകുന്ന കോലാഹലങ്ങൾ, ഖബർ പൂജകൾക്ക് നിദാനമാകുന്ന, പൂജകൾക്ക് അടിത്തറമാകുന്ന ഇങ്ങനെയുള്ള വിശ്വാസാദർശങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും യഥാർത്ഥ തൗഹീദിലേക്ക് വരികയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നബിദിനത്തെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള വിമർശനങ്ങൾ. റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് എല്ലാം പാടുണ്ടോ? ആകെ റബീഉൽ അവ്വലിൽ നമ്മൾ സലാത്തുന്നു. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ വേണ്ടേ? അഹ്മദിയ മുസ്ലിം ജമാഅത്ത് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഗുരു ശരീഫിന്റെ തുകയിൽ अल्लाह ताला के फयूल अजीब नूरी शक्ल में आप सल्लल्लाहु अलैहि वसल्लम से तरफ जाते हैं. സലാത്ത് എന്നതുകൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ആത്മീയ പ്രകാശങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പ്രകാശങ്ങൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോകും. ഇത്രയും ഈ രീതിയിൽ പറയുകയാണ്. കാരണം ഇങ്ങനെയാണ് സലാത്ത് ചെല്ലേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. റസൂൽ തിരുമേനി നമുക്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും അനുഗ്രഹത്തെ കൊടുക്കുക. എന്തെല്ലാം അനുഗ്രഹം! രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും. ഇപ്പൊ ഇന്ന് ശാസ്ത്രം നമ്മളോട് പറയുന്നു പല്ല് തേക്കണം. പല്ല് തേക്കുന്നത് എത്രയോ പറയുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് എത്ര നിറക്കണം, അതൊക്കെ ഇന്ന് ഗവേഷണം നടത്തി വലിയ വലിയ റിസർച്ചുകൾ നടത്തി പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഒക്കെ പറഞ്ഞു കഴിക്കേണ്ടത് എങ്ങനെ, തുടങ്ങേണ്ടത് എങ്ങനെ, ഏത് രീതിയിൽ നിങ്ങൾ കിടക്കണം, ഏത് രീതിയിൽ നിങ്ങൾ ഉറങ്ങണം, ഏത് രീതിയിൽ നടക്കണം, ഇങ്ങനെയാണ് പരസ്പരം നിങ്ങൾ മീറ്റ് ചെയ്താൽ കണ്ടുമുട്ടിയാൽ നിങ്ങൾ സലാം പറയേണ്ടത് എങ്ങനെയാണ്, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ മുട്ടണം. ഇപ്പൊ പൊതുവെ പോട്ടാറുണ്ടല്ലോ, വാതിലോർക്ക് ആരാ ഞാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അനാന മന്നാന. ഇത് നമ്മളൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അനാന ഞാൻ ആരാണ് ഞാൻ. ഇപ്പോൾ വീട്ടിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടണം, വളരെ ഇതാണ്. മുട്ടണം, സലാം പറയണം, സലാം പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് പേര് പറയണം. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പലരും തന്നെ പൈസ പറയുന്ന ഹലോ അറിയില്ലേ, എന്നെ മനസ്സിലായില്ലേ, എന്റെ സൗണ്ട് കേട്ട മനസ്സിലായി, ഇത് ഞാനാണെന്ന് പറഞ്ഞാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇവിടെയും നമുക്ക് മാതൃകയുണ്ട്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ എന്ന് ആത്മാർത്ഥമായി ചെല്ലുകയാണെങ്കിൽ അതിർത്ത് ഇസ്ലാം പറയുന്നു, അത്ഭുതകരമായ രീതിയിൽ അള്ളാഹിന്റെ ഫുയൂള് റസൂൽ തിരുമേനിയിലേക്ക് എത്തും. और फिर वहां जाकर आप सल्लल्लाहु के सीने में जज़ब हो जाते हैं. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സ്ഥലത്തേക്ക് അത് പൂർണ്ണമായി ആവാഹിക്കുന്നതാണ് ആത്മീയമായ രീതിയിൽ. और वहां से निकलकर उनकी ला इंतहाई नारियां हो जाती है. പിന്നെ അവിടെ നിന്ന് ആ അനുഗ്രഹങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതാണ്. और बकदर हिस्सा रस्सी हर हकदार को पहुंची. ഓരോരുത്തരും അവരവരുടെ കൈപ്പിയത് അവരുടെ ഗുണമനുസരിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ സലാത്ത് ചെല്ലുമ്പോൾ ജനങ്ങളെ കാണിക്കാനാണെങ്കിൽ ഒന്നും കിട്ടില്ല, അതല്ലേ വെറുതെ എല്ലാവരും ചെല്ലുന്ന പറ്റില്ല. അതാണെങ്കിൽ അതിന്റെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെല്ലണം, റസൂലുള്ളാഹിന്റെ സ്നേഹം കൊണ്ട് ചെല്ലണം. ഒരു ദുആയാണ് റസൂലുള്ളാഹിന്റെ ആ സ്നേഹം പറഞ്ഞു ഉയർത്തുന്നത്. അത് ചെല്ലിങ്ങനെ ആ രീതിയിൽ അതിന്റെ അനുഗ്രഹം കിട്ടും. ദുരൂദ് ഷരീഫ് ക്യാ ഹൈ, എന്താണ് ഈ സലാത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം के उस अर्श को हरकत देना है जिससे ये नूर की नारियां निकलती हैं. ഈ പ്രകാശത്തിന്റെ കിരണങ്ങൾ വമിക്കുന്ന അർശിനെ ഇളക്കം ഇളക്കുക എന്നുള്ളതാണ്, എതിരെ ഒരിത്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ സലാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ജോ അല്ലാഹു തആല का फैज़ और फज़ल हासिल करना चाहते हैं, അള്ളാഹുവിന്റെ അനുഗ്രഹവും കൃപയും കരസ്ഥമാക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉസ്കോ ലാസിം ഹെ കെ വോ കസ്രത്ത് സെ ദുരൂദ് ശരീഫ് പഠേ, അവർ കൂടുതലായി ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലേണ്ടതാണ്. താകി ഉസ് ഫൈസ് മേ ഹർക്കത്ത് പൈദാ ഹോ, അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് അതിന് ചലനമുണ്ടാക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ഇവിടെ സലാത്ത് ചെല്ലുന്നതിനെ സംബന്ധിച്ച് വിവാദം, അത് അന്ന് വേണം ഇന്ന് വേണം എല്ലാം പറ്റില്ല. എത്ര വ്യക്തമായിട്ടാണ് ബുദ്ധിപരമായിട്ട് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം മനുഷ്യ ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുന്നത്. എത്രയോ ഉണ്ട്, എനിക്ക് എടുത്ത് പറയാൻ സമയമില്ലാത്തവണ്ണം വിവരിക്കുന്നില്ല. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച്, അതേ വിശുദ്ധ ഖുർആന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഖുർആനോട് കത്തിച്ച് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ അതേ സമയത്തിന് അവിടെ നിന്ന് പ്രസംഗിക്കുകയും പുസ്തകം നൽകുകയും അതിന് വേണ്ട എല്ലാ ഘട്ടങ്ങളും ചെയ്യാൻ വേണ്ടി അവിടെയുള്ളവരോട്, ഇത് ആഗോള അൽജമാഅത്തായതുകൊണ്ട് ഗുണമാണത്, ഇത് കത്തിക്കുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് ശക്തമായി പ്രചരിക്കും. അവിടെയുള്ള മാധ്യമങ്ങളെയും എല്ലാം കണ്ട് ഗവൺമെന്റിനെയും കണ്ട് ഈ രീതിയിൽ പിന്മാറാൻ ശക്തമായി പ്രതിഷേധിച്ചത്. അവിടെ പോയി പ്രതിഷേധിച്ചത് അവിടെ കൊടി നടത്തിച്ച് നടക്കാറില്ല, അവിടെ പോയി വേണ്ട രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇതിന് ശേഷം ഇത് പ്രതികരിക്കേണ്ട എല്ലാവരും കണ്ട് എന്താണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ഇതിനെ വിശുദ്ധ ഖുർആന്റെ ആ സത്യത്തെ അദ്ദേഹം ലോകത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ ഇപ്പൊ ഇന്നെല്ലാവരും തന്നെ ഈ മതസൗഹാർദ്ദം സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനെയും മുജൂസ് എല്ലാവരെയും വിളിച്ചിട്ട്. ഇതൊക്കെ ആരാണ് തുടങ്ങിയത്? അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അന്യതാപ എന്നുകൊണ്ടല്ലേ പറഞ്ഞത് വൈമിൻ ഉമ്മത്തിനില്ല ഖലാഫിയ നദീർ. ഇപ്പോൾ ഞങ്ങൾ ശ്രീകൃഷ്ണൻ നബിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുറത്താക വേറെ ചെയ്യും. ഇവിടെ എല്ലാ നാട്ടിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഇവരെല്ലാം കൊണ്ടുവന്ന സത്യമാണ്, ഇത് പിന്നീട് മാറ്റിമറിക്കപ്പെട്ടതാണ് എന്നെല്ലാം തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് അന്യതാപ പൈതാമ സുലിങ്ങൾ വായിച്ചു മലയാളത്തിലുണ്ടല്ലോ പൈസ സന്ദേശം. അദ്ദേഹമാണ് ഇവിടെ ഒരു എല്ലാ മതങ്ങളെയും ഒരേ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട്
ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം, വിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തിന് മുമ്പായി കാഴ്ചവെച്ചത്. ഏറ്റവും വലിയ അദ്ദേഹം ചെയ്തു